മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് ജയിലിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ സാബുമാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാബുമാൻ വന്നിട്ട് ഇന്നലത്തെ ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഷാനവാസൊക്കെ നിങ്ങൾ ശരിക്കും നെവിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞോ, ഒരു കോംബോ നിങ്ങളുടെ മിസ്സായി അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാബുമാനോട് ഷാനവാസ് പറയുന്നുണ്ട്, എടാ ഞാൻ നിന്നോടൊരു കാര്യം പറയാം, അക്ബറിനെ കാട്ടി ഞാനും നെവിനും അത്രയും സുഹൃത്തുക്കളായിരുന്നു. ഈ ഒരു പ്രശ്നം നടക്കുന്നതിന് മുമ്പ് അവൻ എൻ്റെ ബെഡിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്, ഞാൻ അവന് ഒരുമിച്ചാണ് കിടന്നുകൊണ്ടിരുന്നത്. അവൻ എൻ്റെ ബെഡിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാറിക്കിടന്നപ്പോൾ പിറ്റേ ദിവസം അവൻ എന്നോട് വന്നിട്ട് നിങ്ങളുടെ ബെഡിൽ പോയി കിടന്നോ, ഞാൻ മാറിക്കോളാമെന്നും പറഞ്ഞ് പോയ പിന്നെയാണ് എന്നോട് സംസാരിക്കാത്തത്. പിന്നെ നിങ്ങൾ ഈ കോംബോയെക്കുറിച്ചൊക്കെ അഭിലാഷും അതേപോലെ തന്നെ ഒന്നീലൊക്കെ പറഞ്ഞത്, ഞാൻ അവരെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരെയും സാബുമാനാണ് വിളിക്കുന്നത്. ഇങ്ങോട്ട് വാ, ഷാനവാസ്ക്കൊക്കെ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഷാനവാസ് അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവിടെ നിന്ന് നിങ്ങൾ പറയുന്നുണ്ട് ഞാനും അവനും കോംബോ ആയിരുന്നു, അവനുമായിട്ട് നല്ല രീതിയിൽ അവൻ എൻ്റെ കൂടെയാണ് കിടന്നുകൊണ്ടിരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവാത്തൊരു അനുഭവം എനിക്ക് അവനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതെനിക്കിപ്പോൾ പുറത്ത് പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അഭിലാഷ് അതെന്നെ ഇക്കാൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അത് പറയേണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരട്ടെ, ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന അന്നോട്ട് അവൻ എൻ്റെ കൂടെയാണ് കിടന്നത്. പിന്നെ ചില സമയത്ത് അവൻ്റെ ഓരോരോ കാലിടലും ഇതിടലും അതുപോലെ അങ്ങനത്തെ ഇത് സഹിക്കാൻ പറ്റാതെ ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ബെഡ് മാറി കിടന്നത്. ആ ബെഡ് മാറി കിടന്ന സമയത്ത് അവൻ മാറൂല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മാറിയത്. അങ്ങനെ ഞാൻ മാറിക്കിടന്നപ്പോൾ അവൻ വന്നിട്ട് പിന്നെ എന്നോട് വന്നിട്ട് പറഞ്ഞത്, നിൽക്കാൻ്റെ ബെഡിൽ പോയി കിടന്നോ, ഞാൻ മാറിക്കിടന്നോളാം എന്ന് പറഞ്ഞു. അന്ന് അവൻ എന്നോട് പിണങ്ങിയതാണ്. പിന്നെ അവൻ എന്നോട് ഇതുവരെ വേണ്ടിയിട്ടില്ല. അന്നൊരു ദിവസം ഒരു കുക്കീസ് ഉണ്ടായിട്ട് എനിക്ക് ഒരെണ്ണം കൊണ്ടുവന്ന് തന്നു. അപ്പോഴാണ് ഞാനത് കഴിച്ചു, നന്നായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവനുമായിട്ട് യാതൊരുവിധ പ്രശ്നമില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഞാനും അവനും കോംബോയാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട്, അന്നൊരു ദിവസം ഇവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിൻ്റെ പിറ്റേ ദിവസമാണ് വന്നിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴാണ് ഈ കണ്ടൻറ്റ് പോയി, അവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നല്ല കണ്ടൻറ്റായിരുന്നു എന്ന് പറഞ്ഞില്ലേന്ന് ചോദിക്കുന്നുണ്ട്. എടാ അത് ഇവിടെ എല്ലാവരെയും അവൻ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരാളാണ്, അതാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ അവനും ഞാനും തമ്മിലുള്ള ഒരു കണ്ടൻറ്റിനെ കുറിച്ചല്ല. പിന്നെ അവനോട് എനിക്ക് ഏറ്റവും വലിയ ദേഷ്യം എന്ന് പറയുന്നത്, മല്ലിയില എടുത്തിട്ട് അവൻ ഓടിപ്പോയിട്ട് അവൻ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തട്ടിയിട്ടു. ഫുഡിൻ്റെ വില എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി അത്രയും കഷ്ടപ്പെട്ട വ്യക്തിയാണ്. എൻ്റെ ഉപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ ബാങ്ക് ബാലൻസ് ആയിട്ട് ഞങ്ങൾക്ക് വെറും 900 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഞാനും എൻ്റെ ഉമ്മയും 2 പെങ്ങന്മാരെയും കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടത് എന്താണെന്ന് എനിക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ ഫുഡിനോട് എന്താണെങ്കിലും ഒരിക്കലും ഞാൻ ഫുഡ് തട്ടിക്കളയൂല. അതെനിക്ക് നന്നായിട്ടറിയാം. അതെൻ്റെ ഉമ്മ എന്നെ പഠിപ്പിച്ച പാടാണ്. ആ ഒരു പ്രശ്നം, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ എനിക്ക് അവനോട് ദേഷ്യം തോന്നിയത്. അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞത്. ദേഷ്യം വരുമ്പോൾ നമ്മൾ പലതും പറഞ്ഞുകൊണ്ട് പോകും. അതെല്ലാം നമുക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഷാനവാസ് പറയുന്നത്. നമ്മൾ എന്ത് പറയുന്നു അത് തന്നെയായിരിക്കും നമുക്ക് തിരിച്ച് കിട്ടാൻ പോകുന്നതെന്ന് ഷാനവാസ് ഒനീലിനോടും അഭിലാഷിനോടും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. നിങ്ങളെ ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് കാണുന്നത്. നിങ്ങളോട് എനിക്കത് പറയണം, മനസ്സിലാക്കി തരണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് ഷാനവാസ്.